പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ലവ് ലേക്കിലാണ്. കുദ്ര ലേക്ക്, ലവ് ലേക്ക്, അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഇവരെല്ലാവരും ഉണ്ട്. നമ്മൾ രാവിലെ ഇവിടെ എത്തി. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മളൊന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടം വരെയാണ് കണ്ടത്. ആ വീഡിയോ കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഒന്ന് കാണുക. അപ്പോൾ നമ്മളിനി നേരെ കയറുന്നത് ലവ് ലേക്കിൻ്റെ അകത്തേക്കാണ്, അകത്തെ കാഴ്ചകളിലേക്കാണ്. ഇവിടെ എൻട്രൻസ്, ലവ് സിംബലിൽ എൻട്രൻസ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു റൗണ്ട് ബോട്ട്. ഒരുപാട് വണ്ടികൾ കണ്ടില്ല. നമുക്ക് പാർക്ക് ചെയ്യാൻ തന്നെ സ്ഥലം കിട്ടുമോ എന്നുള്ളത് ഇപ്പോൾ സംശയകരമായിട്ടിരിക്കുകയാണ്. വണ്ടി നിയന്ത്രിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സെക്യൂരിറ്റി നിൽപ്പുണ്ട്. നമ്മളിനി കുറച്ച് മുമ്പോട്ട് പോയിട്ട് വേണം എവിടെയെങ്കിലുമൊക്കെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. 5 മിനിറ്റായി നമ്മളിത് ആ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ്. വണ്ടി ഇങ്ങനെ വളരെ സ്ലോവിലാണ് അനങ്ങി പോകുന്നത്. പാർക്കിങ്ങിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. പാർക്കിംഗ് ഏരിയ 2 സ്ഥലവും ഫുള്ളായി. വലിയ ഏരിയ ആയിരുന്നു, പക്ഷേ 2 സ്ഥലവും ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞു പോയി. അങ്ങനെ ഒടുവിൽ നമ്മൾ എത്തിപ്പെട്ട് നമുക്ക് ഇത് കണ്ടില്ല, ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഇത് പാർക്കിംഗ് 2 ആണ്. പാർക്കിംഗ് 1 ഫുള്ളാണ്, പാർക്കിംഗ് 2 ഫുള്ളാണ്. അത്രയ്ക്ക് ടൂറിസ്റ്റുകളാണ് ഇവിടെ വരുന്നത്. കുറേ നേരം നമ്മൾ ട്രാഫിക്കിൽ പെട്ടു. ട്രാഫിക് എന്ന് വെച്ചാൽ വണ്ടി നീങ്ങുന്നില്ല, സ്ഥലമില്ല. ഇവിടെ ഫുള്ളായി വരുന്നതിനനുസരിച്ച് ഇവിടുന്ന് വണ്ടികൾ തിരിച്ചിറങ്ങുന്നു. അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു പ്രശ്നം. എന്തായാലും നമ്മളിവിടെ എത്തിപ്പെട്ട് നമുക്ക് നേരെ അകത്തേക്ക് കയറാം. ഇവിടെ ഇങ്ങനെ നിന്നപ്പോഴേ നാട്ടിലെ ഏതോ ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് എവിടെയൊക്കെ കയറിപ്പോകാൻ നിൽക്കുന്ന ഒരു ഫീല്. അത്രയ്ക്ക് അടിപൊളി, നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളിയാണ്. സമയം കിട്ടുന്നവരൊക്കെ ഒന്ന് വന്ന്, ഇനിയും വരാനായിട്ട് ഒരുപാട് പേരുണ്ടാവും, കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ വരാനുള്ളവർ തീർച്ചയായിട്ടും ഇവിടെയൊക്കെ വന്നൊന്ന് കാണുക. എൻട്രി ഫീസൊന്നുമില്ല, ഫ്രീ ആണ്, പക്ക ഫ്രീ. ട്രാഫിക്കിൽ കിടന്ന് പാവം കൊച്ച് ഉറങ്ങിപ്പോയി. ഇവ ഉറങ്ങില്ല കേട്ടോ, ഇവന് ഒരു കുഴപ്പമില്ല. എവിടെ ഉറങ്ങിയിട്ടില്ല, ഇനി ഉറങ്ങാനില്ലടാ. ഉറങ്ങടാ, ഉറങ്ങാൻ. അപ്പോൾ ഇതാണ് പാർക്കിംഗ് 2ൻ്റെ എൻട്രൻസ്. എന്തുമാത്രം ആൾക്കാരാണെന്ന് നോക്കിയേ. ഓക്കെ, നമ്മൾ പാർക്കിംഗ് 2ൻ്റെ എൻട്രൻസിലൂടെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. ഒരുപാട് അകത്ത് കയറി പോയി ഒരുപാട് ആൾക്കാർ പുറത്തേക്ക് വരുന്നുണ്ട്. കണ്ടില്ല, അത് ഒരുപാട് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിനൊക്കെയുള്ള പറ്റിയ ഏരിയയാണ്. അടിപൊളി. നമ്മളത് അകത്തേക്ക് പ്രവേശിച്ചു. അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഇവിടെ ഒരു ഫോട്ടോഷൂട്ട്. ഓക്കെ, കയറി അകത്തേക്ക് വരുമ്പോൾ അടിപൊളി കാഴ്ചകളാണ്. ഇത് കണ്ടില്ലേ, ഇതെന്താണ് സംഭവം? ഇതിങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കുകയാണല്ലോ. വാവ്, അടിപൊളി. ഒരു തടിയുടെ വലിയൊരു ഗേറ്റ്, അതിൽ 2 ലവ് സിംബൽ. സംഭവം അടിപൊളി. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. എല്ലാവരും പോയി ഫോട്ടോ എടുത്തോളൂ. അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയൊരു ഗേറ്റ്, അതിലുമുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം. ഓരോരുത്തർ ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മളുടെ ഓരോരുത്തർ ആ ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. കിടു കാഴ്ചയാണ് കേട്ടോ. കണ്ടോ, ഇതാണ് അതിൻ്റെ ലോങ് വ്യൂ. സംഭവം നല്ല പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഇവിടെ ലൈസ 2 പേരുടെ ഫോട്ടോ എടുക്കൽ കോൺട്രാക്റ്റ് എടുത്തിരിക്കുകയാണ്. അവർക്ക് ഫോട്ടോ എടുക്കാൻ ചോദിച്ചാൽ അങ്ങനെ ലൈസ ആ 2 പേരുടെ ഫോട്ടോ ഇങ്ങനെ എടുക്കുകയാണ്. കണ്ടില്ലേ, അവിടെ നമ്മൾ വരുമ്പോൾ അടുത്ത ബോർഡാണ് ഇത്. ഓരോ ബോർഡുകളും ലവ് ലേക്ക് എന്ന് എഴുതിയിരിക്കുന്ന ഓരോ ബോർഡുകളും വ്യത്യസ്തമായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് എഴുതിയിരിക്കുന്നത്. കൊറോണയൊക്കെ ആയിട്ടും എത്ര ആൾക്കാരാണ് വന്നിരിക്കുന്നത് നോക്കി. പക്ഷേ എല്ലാവരും മാസ്ക് പ്രോപ്പറായിട്ട് ധരിച്ചിട്ടുണ്ട്. ഒരു ഫാമിലിയിലുള്ള ആൾക്കാർ മാത്രമാണ് ഒരുമിച്ച് നടക്കുന്നത്. അല്ലാത്തവരൊക്കെ തന്നെ അകലം പാലിക്കുന്നുണ്ട്. പരസ്പരം അകലം പാലിച്ചും ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് തന്നെയാണ് എല്ലാവരും നടക്കുന്നത്. അപ്പോൾ ഇവിടെയും ലേക്ക് തന്നെയാണ്. അടിപൊളി ലേക്കാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓ, അത് പൊളിച്ച്. എത്ര വലിപ്പമുള്ള മീനുകളാണെന്ന് നോക്കിയാൽ. നമ്മളിങ്ങനെ ഈ വെള്ളത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മളെ അടുത്തേക്ക് ഇങ്ങോട്ട് വരികയാണ്. അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, കുട്ടികളൊക്കെ വന്നിരുന്ന് കൗതുകത്തോടെ വലിയ മീനുകളെ നോക്കി കാണുന്നത്. എന്തായാലും പൊളിച്ച്. കുട്ടികൾക്ക് എന്തായാലും ഭയങ്കരമായിട്ട് സന്തോഷമാവും ഇത് കാണുമ്പോൾ. കുട്ടികൾക്കല്ല, നമുക്കും സന്തോഷമാവും. ഫിഷിന് ഫീഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അവിടെ ബോർഡുണ്ട്. അതുകൊണ്ടാണ് ആരും ഫീഡ് ചെയ്യാനായിട്ട് മെനക്കെടാത്തത്. പക്ഷേ അത് ഫുഡ് കഴിക്കാനായിട്ടാണ് നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ ഇതുപോലെ കരയിലോട്ട് കയറി വരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കൊന്നും ഇട്ടുകൊടുക്കാൻ നിവൃത്തിയില്ല. പാത്ത് വേഗം നല്ല റബ്ബറൈസ്ഡാണ്. നമുക്ക് നടന്നാലും എത്ര നടന്നാലും കാലിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഓടുന്നവർക്ക് ഓടാം, എക്സസൈസ് ചെയ്യുന്നവർക്ക് എക്സസൈസ് ചെയ്യാം. അതിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഇന്നിപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ടാണ് ഇത്രയും ടൂറിസ്റ്റുകളുള്ളത്. പിന്നെ 3-4 ദിവസം ഇവിടെ അവധിയായിരുന്നു. അതൊക്കെ കണക്കൂട്ടിയിട്ട് എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ്. സംഭവം അടിപൊളിയായിട്ട് ആർട്ടിഫിഷ്യലായിട്ടാണ് ചെയ്തിട്ടിരിക്കുന്നതെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ് നമുക്കിവിടെ വരുമ്പോഴുണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ സമയം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് വരണം. ഫ്രീ എൻട്രിയാണ്. ഒരു പൈസയും നമുക്ക് മുടക്കില്ല. ആകെ വണ്ടി ഓടുന്ന ഒരു പൈസ മാത്രമാണ് നമുക്ക് ആകെ. കാണേണ്ട കാഴ്ച തന്നെയാണ്. ഒരുപാട് പേര് അവർ ടെൻ്റൊക്കെ കൊണ്ടുവന്നിട്ട് കെട്ടിയിരുന്നു. രാവിലെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. ഇവിടെ ഫുഡ് ഉണ്ടാക്കും.
ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് ഇനി വൈകുന്നേരം സൂര്യാസ്തമയം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇവർ ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു വിശ്രമത്തിലാണ്, കുറച്ച് നേരം ഒരു 10 മിനിറ്റ് വിശ്രമത്തിനായിട്ട് നമ്മൾ ഇരിക്കുന്നത്. എല്ലാവരെയും അടുത്ത് വെള്ളത്തിൽ മുക്കുന്നു. കുറച്ചുകൂടെ മുമ്പോട്ട് പോലെ കുഴിയുണ്ടാവും. ഇവിടെയൊക്കെ നമുക്ക് ഇരുന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അവിടെ കണ്ടില്ലേ ഒരു ഇരിപ്പിടം, അതായത് ഫുള്ള് മരമാണ്. ഫുള്ള് മരത്തിൽ ഇരിക്കാനായിട്ടുള്ള അപ്പുറവും ഇപ്പുറവും നമുക്ക് ഇരിക്കാനായിട്ടുള്ളൊരു രീതിയിൽ ഉണ്ടാക്കി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട് കാണാനായിട്ട്. ഈ ഒരു കാലാവസ്ഥയ്ക്ക് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഈ ഒരു കാലാവസ്ഥയ്ക്ക് പറ്റിയൊരു സ്ഥലമാണ്. ചൂടത്ത് വരികയാണെങ്കിൽ നമ്മൾ മെഴുകുതിരി പോലെ ഉരുകിപ്പോവും. അപ്പോൾ നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഫുഡ് ഇവിടെ വന്ന് പ്രിപ്പയർ ചെയ്ത് കഴിച്ച് പോകാനുള്ളൊരു സെറ്റപ്പിൽ വേണം വരാൻ. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ അടിപൊളിയാവും. നമ്മളൊന്ന് പുറത്തുനിന്ന് മേടിച്ചോണ്ടാണോ അതും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇവിടെ വന്ന് പ്രിപ്പയർ ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം നമുക്ക് ലഭിക്കുന്നത്. ഇതാ ഈ വഴി കണ്ട, ഇത് ലേക്കിന് ചുറ്റാകുള്ളൊരു വഴിയാണ്. മുകളിൽ 2 മരങ്ങളൊക്കെ അപ്പുറം വെച്ചിട്ട് അവർ സെറ്റപ്പ് ചെയ്യുള്ളൊരു പരിപാടിയായിരുന്നു. എനിക്ക് തോന്നുന്നു മരങ്ങളൊക്കെ കുറച്ച് ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ വഴി ഇവിടെ തുടങ്ങി ഇവിടെ തന്നെ അവസാനിക്കും. ഇവിടെ തുടങ്ങി ലേക്കിന് ചുറ്റാകെ കറങ്ങി ഇതാ ഇവിടെ തന്നെ ഇതാ ആ സൈഡിൽ വന്ന് അവസാനിക്കും. നടക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു വഴി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത് കണ്ടില്ലേ, എല്ലാവരും വന്നപ്പോൾ നമ്മൾ പുറത്തിറങ്ങാൻ പോവുകയാണ്. കാര്യം ഇപ്പോൾ സമയം ഒരു 4-4:30 മണിയായി. എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1 മണിക്കൂടെ കഴിഞ്ഞാൽ അവിടെ ഇരുട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇവിടെ എത്താനായിട്ടുള്ളൊരു ശ്രമം നടത്തിയത്. നമ്മളെത്തി, എല്ലാം കണ്ട് നമ്മളിപ്പോൾ തിരിച്ചിറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ലവ് ലേക്ക്, കുതിര ലേക്ക്. സമയമുള്ളവർ എല്ലാം തന്നെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി.